ഈ ഒരു കത്തീഡ്രലിൻ്റെ വികാരി നോട്ട്സ് വെച്ച വിളിച്ചു വെച്ച വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു നല്ല സെഷൻ കൈകാര്യം ചെയ്ത വിജേഷിച്ച പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ശരിക്കും നമ്മൾ 2 ദിവസം വിശുദ്ധമായ ഒരു അന്തരീക്ഷം കുടുംബത്തിലും സമൂഹത്തിലും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് വളരെ പ്രൗഢമായ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നത്. വിജയശേഷം പറഞ്ഞതുപോലെ ഞങ്ങളൊന്നും പുറത്തുനിന്ന് വരേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഇവിടെ ഉള്ളവർ തന്നെ വളരെയധികം സമ്പന്നത പ്രാഗൽഭ്യം ഉള്ളവരാണ് എന്ന് എന്നെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ വന്നപ്പോൾ മുതലേ ഓരോ സംഭവങ്ങളും കൂടുതൽ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആൾക്കാരുടെ ഇടപെടലുകൾ, ഈ പ്രോഗ്രാം ഇത്രയും പ്രൊഫഷണലായിട്ട് ഓർഗനൈസ് ചെയ്തതിലുള്ള അത്ഭുതം, വിസ്മയം, മനുഷ്യരുടെ സ്നേഹം, നിങ്ങളുടെ സഹകരണം, ഇത്രയും പേര് ഫുഡ് കഴിച്ചൊക്കെ ഇതിനകത്തോട്ട് കയറാനായിട്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രം എടുക്കുന്ന, ഇതൊക്കെ ഓർത്തിട്ട് ജീവിതത്തിൻ്റെ വിസ്മയത്തെക്കുറിച്ച് വളരെയധികം ഞാൻ ആശ്രയിച്ചു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെക്കാൾ ഒരുപക്ഷെ വളരെയധികം ആൾക്കാരേക്കാൾ കുറവ് ജീവിത പരിചയമുള്ള ഒരാൾ എന്ന നിലയിൽ നിങ്ങൾക്കൊരു ക്ലാസ് എടുക്കുക എന്നുള്ളതിനപ്പുറം എൻ്റെ ചില ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുക. നിങ്ങളും കൂടെ അതിനോട് കൂടണം. വിജയശേഷൻ അവസാനിപ്പിച്ചെടുത്ത് ഞാൻ തുടങ്ങുകയാണ്. എനിക്ക് ഒരിക്കലും ഇതുപോലൊരു ക്ലാസ് കിട്ടി. അവിടെ ഈ ക്ലാസ് നന്നായിട്ടൊന്ന് തുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഇനി അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പങ്കാളി തന്നെ മതിയോ എന്ന്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ചു പേരൊക്കെ ചുമ്മാ കൊതിപ്പിക്കാതെ സാറേ എന്നുള്ള രീതിയിലുള്ള ഒരു ചിരി തന്നെയാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് ഒരു ചട്ടം കൊണ്ടൊക്കെ ധരിച്ച ഒരു അമ്മച്ചി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, മതി സാറേ മതി. എനിക്ക് അവിടെ ഒരു അനുഭവം തോന്നി. 10-75 വയസ്സുള്ള ഒരു അമ്മച്ചി ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ തൻ്റെ അപ്പച്ചൻ മാത്രം മതി, തൻ്റെ ഭർത്താവ് മതി എന്ന് പറയാൻ മാത്രം സമ്പന്നതയുള്ള ഒരു സ്ത്രീ. ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, അമ്മച്ചി ഈ ചെവിയൊക്കെ പോലും ചെയ്യാവോ എന്ന് സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു. മനസ്സിലായല്ലോ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അപ്പച്ചൻ തന്നെ മതിയോ? ഉടനെ മതി. അപ്പച്ചനും എഴുന്നേറ്റ് വന്നു അഭിമാനത്തോടു കൂടി. അപ്പം നല്ലൊരു തുടക്കമായിക്കോട്ടെ. കൂടുതൽ പേരും ചെറുപ്പക്കാരായതുകൊണ്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞെങ്കിൽ പോലെ ഇവിടെ വന്ന ഈ മൈക്കിൽ കൂടെ ഈ പുതുതലമുറയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക, എന്താണ് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ അപ്പച്ചൻ തന്നെ മതി എന്ന് പറയാൻ കാരണം എന്ന്. അമ്മച്ചി നേരെ വന്നു, എൻ്റെ അടുത്ത് വന്നു. ഞാൻ മൈക്ക് മൈയെടുത്ത് കൈ കൊടുത്തു. അമ്മച്ചി പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞല്ലോ, ഇത് ഞാൻ അനുഭവിച്ചത് പോലാണ്. അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ മനുഷ്യന് ഒന്നുകൂടി അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ശരിക്കും സംതൃപ്തമായ കുടുംബത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ ഉടനെ വളരെ കൈവെക്കുന്നത് ഞാൻ കണ്ടു. അറിയാൻ ഒന്നുകൂടെ അനുഭവിച്ചോട്ടെ എന്ന് കാണും എന്നുള്ള സംശയം. അങ്ങനെയൊന്നുമല്ല എന്നെനിക്കറിയാം. നമ്മുടെ ജീവിതമൊക്കെ വളരെ സന്തോഷത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും മുന്നോട്ട് പോകുന്നു. പിന്നെ എന്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്? 1000 ട്രെയിനുകൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം പാളം തെറ്റിയ ട്രെയിനിൻ്റെ കാര്യമാണ് പത്രത്തിൽ വരിക. 999 ട്രെയിനുകൾ നന്നായിട്ട് ഓടുന്നു എന്ന ഒരു വാർത്തയും വരാറില്ല. നമ്മുടെ കുടുംബങ്ങൾ അതിൻ്റെ ഭംഗിയായും ചിട്ടയായും സന്തോഷത്തോടെയും ഉത്തരോത്തരം സ്നേഹിച്ചും വളർന്നും നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നു. അതാണ് സത്യം. നമ്മൾ നിലനിൽക്കുന്നു. പക്ഷേ ഒറ്റപ്പെട്ട ചില ട്രെയിനുകൾ പാളം തെറ്റുന്നത് പോലെ ഈ പാളം തെറ്റലുകൾ കൂടുതലായി വരുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, നമ്മൾ ശരിയായ ദിശയിലല്ലേ മുന്നോട്ട് പോകുന്നത് എന്ന്. ആ ഒരു ദിശ ക്രമീകരിക്കുക. നമ്മൾ മോശമായതുകൊണ്ടല്ല ഇവിടെ ഇങ്ങനെ ഒരു ഫാമിലി കോൺഫറൻസിൽ വരുന്നത്. നമ്മൾ മോശമായി എന്ന് നമ്മൾ ചിന്തിക്കുകയോ വേണ്ട. നമ്മൾ മറ്റു രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ കുടുംബങ്ങൾ നിൽക്കുമ്പോഴും നമ്മുടെ ചൈതന്യവും നമ്മുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ല കുടുംബങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു കാര്യം. പിന്നെ നല്ലതാണെങ്കിൽ പിന്നെ എന്തിനു വന്നു? കൂടുതൽ മെച്ചപ്പെടുത്താൻ വന്നു എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ഒരുപക്ഷെ എനിക്കോ വിജയശേഷൻ അച്ഛനോ ഒന്നും പുതിയതായിട്ടൊന്നും നിങ്ങളെ പഠിപ്പിക്കാനില്ല. പഴയ കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ ഇങ്ങനെയുള്ള സെഷനുകളിൽ പങ്കെടുക്കുന്നു. ഇതിന്റെ കാരണം
സ്ഥിരമായി കേൾക്കുന്ന വാക്കുകൾ നമ്മളെ കൺട്രോൾ ചെയ്യും. എനിക്കറിയാം, നിങ്ങൾ ഇവിടുന്ന് ഇന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം വരുത്തുന്ന ഒരു എലമെന്റെങ്കിലും കൊണ്ടേ നിങ്ങൾ പോകൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ തയ്യാറാണെങ്കിൽ. പണ്ടൊക്കെ മനഃശാസ്ത്രം പറയുമായിരുന്നു, പണ്ടൊക്കെ മനുഷ്യൻ ജനിച്ച് വളർന്ന സാഹചര്യത്തിനനുസരിച്ച് അവരത് ഫിക്സ് ആയി പോയി. മുതിർന്നവരെ ഈ ചേഞ്ച് വരുത്താൻ പറ്റില്ല എന്നൊരു ചിന്ത ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയൊരു കോൺസെപ്റ്റ് ഒക്കെ വന്നു. നിങ്ങൾ ഡോക്ടേഴ്സിനൊക്കെ അറിയാം, സൈക്കാട്രിസ്റ്റുമാർക്കൊക്കെ അറിയാം, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഓഫ് ബ്രെയിൻ. നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ തലച്ചോറിന് ഏത് സമയവും അതിന്റെ പ്ലാസ്റ്റിസിറ്റി വീണ്ടെടുത്ത് ചേഞ്ചിലേക്ക് വരാൻ സാധിക്കും. അല്പമൊക്കെ മാറ്റം വരുത്തണമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഈ പറയുന്ന അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുക്കലിനാണ് നമ്മൾ ഈ ഒരു സെഷനിലേക്ക് വരുന്നത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് തന്നെ ഒരു അടുക്കും ചിട്ടയും വരാനായിട്ട് ഞാൻ 7 കാര്യങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 7 കാര്യങ്ങളെ എനിക്ക് ടൈറ്റിൽ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് 7 ഹാബിറ്റ്സ് ഓഫ് എ ഹൈലി ഇഫക്റ്റീവ് ഫാമിലി ഫോർ ഓവർകമ്മിങ് ദി ഒബ്സ്റ്റക്കിൾസ് എന്നാണ്. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് ഫാമിലി. നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് വേണ്ട 7 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. 7 കാര്യങ്ങൾ. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്നൊരു പുസ്തകം നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ട് കാണും, സ്റ്റീഫൻ കോവയുടെ. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ മാത്രമേ ഞാൻ കടമെടുത്തിട്ടുള്ളൂ. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, എന്താണ് ഇഫക്റ്റീവ്നെസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി? ഇഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ അത് ഒരു ഫലദായകത്വം കൂടുതൽ നൽകുന്നു. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നന്നായി നടക്കുന്നു. ഒരു അച്ഛന്മാരൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം, നല്ലൊരു കല്യാണം നടത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അച്ഛനെ സംബന്ധിച്ച് നല്ല ജോലിയാണ്. ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കണം. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ എല്ലാം കൃത്യസമയത്ത് ചെയ്യും. അനൗൺസ്മെന്റുകളൊക്കെ ചെയ്യും. പുതിയതായിട്ട് വന്നിരിക്കുന്ന അച്ഛന്മാരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അവരെ വിളിക്കും, ഫുഡിന്റെ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യും. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അച്ഛനോ കല്യാണത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയും, അന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഒപ്പിടുന്നതിന് വേണ്ടി പള്ളിമുറിയിലേക്ക് ചെന്നപ്പോൾ അച്ഛൻ നമ്മുടെ കൈകൾ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണോ അവസാനിക്കുന്നത് അപ്പോൾ ജീവിതം അവസാനിച്ചു എന്ന്. ആ വാക്ക് നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന്. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇടപെടൽ നീണ്ടു നിൽക്കുന്നതാണ്. ഇഫക്റ്റീവ് ഇടപെടൽ എന്ന് പറയുമ്പോൾ കോമ്പസ് പാരഡിം എന്ന് പറയും. അത് വടക്ക് നോക്കി യന്ത്രം പോലെയാണ്. കോമ്പസ് തരുന്നത് ദിശയാണ്. എഫിഷ്യൻസി ഈസ് ഫോർ ക്ലോക്ക്. ക്ലോക്ക് സമയം തരുന്നു. നമ്മുടെ കുടുംബം ഇഫക്റ്റീവ് കുടുംബങ്ങളിലേക്കാണ് പോകുന്നത്. വർഷങ്ങളായി നിലനിൽക്കേണ്ട കുടുംബമാണ്. മക്കളുടെ മക്കൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ധന്യതയുടെ നിമിഷങ്ങൾ പകർന്നു തരുന്ന വളരെ നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇടപെടലുകൾ. അതുകൊണ്ടാണ് ഞാൻ ഇഫക്റ്റീവ് എന്ന് പറയാൻ കാര്യം. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് ഫാമിലി എന്നുള്ളതാണ്. ഈ 7 കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഒരു മെത്തഡോളജി, ശരിക്കും ഞാൻ ഒരു പോയിന്റ് അവതരിപ്പിക്കും, എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം പറയും, അതിനുശേഷം ഒരു ചെറിയ ഷെയറിംഗ് ഉണ്ട്. ആ ഷെയറിങ് ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ വന്നൊന്ന് സംസാരിക്കാൻ ഒരു മിനിറ്റിൽ അതൊരവസരമാണ്. വരുമോ? തീർച്ചയായിട്ടും. യെസ്. പാറപ്പുറത്ത് വീണതുപോലെ അല്ലല്ലോ നമ്മളൊക്കെ. തീർച്ചയായും നമ്മൾ വരും. അപ്പോൾ ഞാൻ മാത്രമല്ല, നിങ്ങളുടെ ഉൾപ്പെടെയാണ് ഈ സെഷൻ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ഒരു ആശയം, ഹാബിറ്റ് അവതരിപ്പിക്കാം. ആറ്റിറ്റ്യൂഡ് ഓഫ് റേഡിയേറ്റ് പോസിറ്റീവ് എനർജി എന്നുള്ളത്. കുടുംബത്തിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് റേഡിയേറ്റ് പോസിറ്റീവ് എനർജി. റേഡിയേറ്റ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് പ്രകാശം പരത്തുന്ന വ്യക്തിത്വങ്ങളാണോ നമ്മുടെ വീട്ടിൽ? പരസ്പരം പ്രകാശം പരത്തുന്നുണ്ടോ, അതോ ഇരുട്ടാണോ പരത്തുന്നത്? ഈ പ്രകാശം പരത്തുന്നതിന് ശരിക്കും 3 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. ഒന്ന്, മുഖപ്രസാദം എന്ന് പറയും. മുഖത്തോടെ നോക്കിയാൽ ഒരു പ്രസാദാത്മകത്വം വീട്ടിനകത്തുണ്ടോ? അപ്പം കയറി വരുന്നത് വലിയ ഗൗരവത്തിൽ, അമ്മ അതിലും ഗൗരവത്തിൽ വരുന്നു. ഇത് രണ്ടുകൂടെ കണ്ടു കഴിഞ്ഞ് മക്കള് അതീവ ഗുരുതരമായ ഗൗരവാവസ്ഥയിലായി പോകും.
ഞാൻ എൻ്റെ മുഖത്തെ പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ ഞാൻ PG-ക്കാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാറ് പറയുന്നതൊക്കെ രസമാണ്, പക്ഷേ ഈ മുഖമല്ലേ ഇങ്ങനെ വലിയ ഗൗരവത്തിയിരിക്കുന്നത്, സാറിന് കണ്ട ക്ലാസ് കേൾക്കാൻ തോന്നുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇതേപ്പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, എൻ്റെ ഫാദർ നല്ല മനുഷ്യനാണ്, പക്ഷെ എന്നെ നോക്കി ചിരിക്കത്തില്ല. ചിരിക്കുവാണെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ പുള്ളി ചിരി നടത്തും. എൻ്റെ ഗ്രാൻഡ് ഫാദറോ പുള്ളി ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. വലിയ തമാശയൊക്കെ ഞങ്ങൾ പറയുമ്പോൾ പുള്ളി അകത്ത് പോയിട്ട് ചിരിക്കും. ഞങ്ങൾ കണ്ടാൽ തന്നെ ജീവന്മാരൊക്കെ വഷളായി പോകത്തില്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി ടാങ്കിലോടെ ടാപ്പി വീട് കൊടുത്തു. ടാപ്പ് മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മളെപ്പോഴും ചത്ത എഴുതി ടാങ്കി കിടന്നിട്ട് ടാപ്പ് മാറ്റി വെക്കുന്ന വ്യക്തികളാണ്. കുട്ടികൾക്കല്ല പ്രശ്നം എന്ന് നമ്മൾ അതിലേക്കൊക്കെ വരുന്നുണ്ട്. പലപ്പോഴും ഞാൻ അതുകൊണ്ട് എൻ്റെ പിള്ളേരുടെ അടുത്ത് ഒത്തിരി ചിരിക്കാറുണ്ട്. അവർ വരുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യും. കാരണം എന്നാ, പ്രകാശം പരത്തുന്ന വ്യക്തിത്വത്തിന്റെ ഒന്നാമത്തെ ഘടകം പ്രസാദാത്മകത്വമുള്ള മുഖമാണ്. ഒരുപക്ഷെ ഞാനിവിടെ വന്നപ്പോൾ കൂടുതലും അത് എനിക്ക് കാണാൻ സാധിച്ചു. എല്ലാവരും ഒക്കെ ചിരിച്ചൊക്കെ കാണിക്കുന്നു. ചിലരൊക്കെ വിചാരിക്കും എന്തിനാ വെറുതെ ഒരു ചിരി കളയുന്നത് എന്നൊക്കെ. പക്ഷെ എല്ലാവരും ചിരിക്കുന്ന ഒരു മുഖഭാവം ഒരു പോസിറ്റീവ് എനർജിയാണ്. വീട്ടിലാണെങ്കിൽ എത്രയധികം സ്ട്രെസ് ഉണ്ടെങ്കിൽ ചിരിക്കാൻ എടുക്കുന്നതിന്റെ എത്രയോ അധികം എനർജി നമ്മൾ ദേഷ്യപ്പെടാനും ഇങ്ങനെ ഗൗരവത്തിലിരിക്കാനും കളയുന്നു എന്നൊക്കെ ശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തെ സബ് പോയിന്റിലേക്ക് കിടക്കാം. ഒന്ന്, മുഖപ്രസാദം. രണ്ട്, നന്മ കണ്ടെത്തുക. നന്മ കാണാനുള്ള ഒരു മനസ്സ് കുടുംബത്തിൽ. നമ്മുടെ കുട്ടികളുടെ നന്മകൾ, നമ്മുടെ പങ്കാളികളുടെ നന്മകൾ, എത്രത്തോളം നന്മകൾ നമുക്കുണ്ട്. ഈ നന്മകളെ ഒന്ന് കാണുന്നുണ്ടോ? എത്രയോ മനുഷ്യരെ ഇന്നലെ രാത്രിയിലൊക്കെ ഇവിടെ 11 മണി 12 മണി വരെ ഇവിടെ കിടന്ന് അധ്വാനിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർക്കുക, ഇതൊക്കെ എത്രയോ അധികം തലമുറകൾക്ക് ജീവൻ തരുന്ന നന്മയുടെ പ്രകാശങ്ങളല്ലേ എന്ന് ഞാനിങ്ങനെ ഓർത്തുപോയി. നന്മ കണ്ടെത്തണമെങ്കിൽ കഴിവുണ്ട്. ചിലരുണ്ട് എവിടെ ചെന്നാലും തിന്മ മാത്രം കണ്ടെത്തും. പണ്ടൊരു സ്കൂളിലൊരു പയ്യൻ, എൻ്റെ പ്രശ്നമില്ല, ടീച്ചർ എന്ത് ബോർഡിൽ എഴുതിയാലും തെറ്റ് കണ്ടുപിടിക്കും. സ്റ്റേഷനറിയിൽ എഴുതുന്ന TIR ടീച്ചർ എഴുതിയിരിക്കുന്നത് NER എന്നൊക്കെ പറഞ്ഞു. ഇവനൊക്കെ വലിയ ശല്യമായി. പല പ്രാവശ്യങ്ങളോട് പറഞ്ഞാൽ ആ മാത്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ സ്പെല്ലിംഗ് ഒന്നും വലിയ വിഷയമല്ല, നീ അത് എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ച് പറയാതെ. നമ്മുടെ ബാബുക്കുട്ടി സാറിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. 10,000 പേരെ പഠിപ്പിക്കുന്നു. വലിയ പ്രശ്നമായി. അവസാനം എന്നോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല, അതുകൊണ്ട് അപ്പനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണല്ലോ നമ്മളൊരു പതിവ്. അപ്പം വന്ന് നിൽക്കുക ഇങ്ങനെ വിഷമിച്ച്. അപ്പനോട് പറഞ്ഞു, ഇതാ പ്രശ്നം, ഇവരെന്ത് തന്നാലും തെറ്റ് കണ്ടുപിടിക്കും. അപ്പം അപ്പം പറഞ്ഞു, ടീച്ചറെ ഇത് ഞാൻ പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും മാറത്തില്ല. എന്നാ പറ്റി, നീ പുതിയ അസുഖമാണോ? ഉടനെ അപ്പം പറഞ്ഞു, അതെ, ഞാൻ 25 വർഷം മനോരമ പ്രൂഫ് റീഡറായിരുന്നു. നന്നായിട്ട് പ്രൂഫ് റീഡ് ചെയ്യുന്ന സമയത്തുണ്ടായതാണ്. അത് മാറാൻ വലിയ പ്രയാസം. അപ്പൊ ഈ നന്മ കണ്ടെത്തൽ എന്ന് പറയുന്നത് കുടുംബത്തിൽ ഇങ്ങനെ തലമുറകളിൽ നിന്ന് കിട്ടണം. അപ്പൻ മക്കളുടെ നന്മ കണ്ടാലേ മക്കള് അവരുടെ കൂട്ടുകാരുടെ നന്മ കാണത്തുള്ളൂ. നന്മ കണ്ടെത്താനല്ല, മൂന്നാം കണ്ടു വേണം എല്ലായിടത്തും. മൂന്നാമത്തെ അതിന്റെ സബിലേക്ക് പോവാണ്, അഭിനന്ദിക്കുകയാണ്, അപ്രീസിയേറ്റ് ചെയ്യുന്നത്. ഒരു പ്രകാശം പരത്തുന്ന വ്യക്തിത്വമാണ്. അപ്രീസിയേറ്റ് ചെയ്യണം. അഭിനന്ദനം നമ്മൾ പറയണം. നല്ലതാണെങ്കിൽ എത്രയോ പറയാതെ പോകുന്നല്ലേ, എത്രയോ പറയാം. ഞാൻ എൻ്റെ വിജയച്ചനോട് പറയായിരുന്നു, ഭാവിയിൽ ഒരു നല്ല ഒരു ട്രെയിനർക്കുള്ള ഒരു എല്ലാ സിദ്ധികളും അച്ഛനിൽ ഇങ്ങനെ ഉണ്ടെന്ന് ഞാനിന്ന് കൊച്ചിക്ക് അച്ഛനോട് പറഞ്ഞില്ലേ എനിക്ക് ഉറക്കം വരികയില്ല. അപ്രീസിയേറ്റ് ചെയ്യണം. ഇവിടെ ജീൻ എന്നെ തന്ന കടലാസിൽ ഞാൻ നോക്കി, നിങ്ങളുടെ ടിക്കറ്റ് തന്നില്ലേ, എൻ്റെ റിസൾട്ട് എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 39% പേര് എഴുതിയിരിക്കുന്നു എനിക്ക് അഭിനന്ദനം കിട്ടുന്നില്ല. ഇത് കോട്ടയത്തെ കാര്യമല്ല കേട്ടോ, ഇവിടെ നിന്ന് എഴുതി കിട്ടിയത. 39% പേർക്ക് അഭിനന്ദനം ആഗ്രഹിക്കുന്നു. പകുതി എടുത്ത ആൾക്കാർ അഭിനന്ദനം ആഗ്രഹിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒരു ബാഡ്ജ് തൂക്കിയാണ് നടക്കുന്നത്. കുട്ടികളും മാതാപിതാക്കളും പങ്കാളികളും എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്, എന്നെ അംഗീകരിക്കൂ, എന്നെ അപ്രീസിയേറ്റ് ചെയ്യുക.
എല്ലാവരും ഈ അപ്രീസിയേറ്റ്. ചിലർ ചോദിച്ചു വാങ്ങിക്കും. ചിലർ നല്ല സാരി എടുത്താൽ ഭർത്താവിനോട് ചോദിക്കും എങ്ങനെയുണ്ട്. ഇപ്പൊ നമുക്കൊരു മലയാളം ഭാഷ ഉണ്ടല്ലോ, കുഴപ്പമില്ല. അത് ഈ കുഴപ്പം ആദ്യം കാണുന്നത് കുഴപ്പമില്ല എന്ന് പറയും. എന്നാലും അത്രയെങ്കിലും ചിലരുണ്ടല്ലോ ഈ സാരി കൊടുത്തിങ്ങനെ നിൽക്കും. ഈ മനുഷ്യൻ ഇത് പറയുന്നില്ല, ചോദിക്കാനുള്ള ഒരു സ്ഥിതിയില്ലതാണ്. അവസാനം നിരാശരായിട്ട് ജോലി ചെയ്യുന്നിടത്തെയാണ് ചോദിക്കും കൂട്ടുകാരോട് എങ്ങനെയുണ്ട് ഡീലൊക്കെ. പക്ഷെ വീട്ടിൽ നിന്ന് കുറെ നാൾ കിട്ടാതെ പൂരിപ്പിച്ചത് ഭൂരിഭാഗം പിള്ളേരുടെ കൈയിഷ്ടമായിരിക്കും. ചെയ്യുമ്പോൾ ഭൂരിഭാഗം സ്ത്രീകളായിരിക്കും ഇങ്ങനെ ടെക്ക് ചെയ്യുന്നത്. അഭിനന്ദനം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? അഭിനന്ദനം കൊടുക്കാൻ. നീ കൊടുക്കുമ്പോൾ വാങ്ങിക്കുകയും വേണം കേട്ടോ. സാരി നല്ലതാണെന്ന് പറയുമ്പോൾ ഇതിന് നല്ലത് വീട്ടിൽ ഇപ്പോൾ നമ്മൾ ചിലര് പറയും. സ്ട്രോക്ക് തെറ്റിച്ച് നല്ലൊരു അഭിനന്ദനം പറഞ്ഞാൽ നല്ലതായിരിക്കുന്നു. താങ്ക് യു പറഞ്ഞ് സ്വീകരിക്കണം. ഞാൻ ഈ ക്ലാസ്സൊക്കെ എടുക്കാനായിട്ടൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ വീട്ടിൽ പോയപ്പോൾ എൻ്റെ മദറിലോ അവിടെ തെങ്ങിന് ചാരം പാലിക്കുന്നു. അപ്പം ഞാൻ ഈ മുറ്റത്തിറങ്ങി തെങ്ങിലോട്ട് നോക്കിയപ്പോൾ എൻ്റെ ചങ്ക് കത്തിപ്പോയി. 3-4 കൊല്ലം തേങ്ങ അടിപൊളിയായിട്ട് കിടക്കുക. അപ്പം അഭിനന്ദിക്കണമെന്നല്ലേ പറയുന്നത്. ഞാൻ അമ്മായിയോട് പറഞ്ഞത് ആരായി തെങ്ങ് സംരക്ഷിക്കുന്നത്? ഞാനല്ലാതെ പിന്നെ ആരാ? അല്ല ഉഗ്രൻ തേങ്ങയാണല്ലോ എന്ന് പറഞ്ഞു. അമ്മച്ചി ഇങ്ങോട്ട് ആഘോഷിച്ചിട്ട് എന്നോട് പറയുക ഈ കരിനാക്കോട് പറയാതെ വീട്ടിൽ വെക്കും. ഈ അഭിനന്ദനം കൊടുത്തു കഴിഞ്ഞാൽ ചീത്തയാണെന്ന് ചില മനുഷ്യർക്ക് പ്രശംസിക്കരുത്. പ്രശംസിച്ച ചീത്തയായി പോകുന്നതാണ്. പലരും അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. കൂടുതൽ പ്രശംസിക്കരുത്, അവർ വശമായി പോകും. 15 വർഷം മുമ്പത്തെ കമ്പ്യൂട്ടർ ഇപ്പോൾ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? അത് പോയി, അതിൻ്റെ സിസ്റ്റം മാറിപ്പോയി. 15-20 വർഷം മുമ്പുള്ള ചിന്തകൾ പലതും മാറ്റണം ലോകത്തിന്റെ സ്ഥിതി അനുസരിച്ച്. അഭിനന്ദിച്ചില്ലെങ്കിൽ കുട്ടികൾ പോലും വളരെയല്ല, ഭാര്യയോ ഭർത്താക്കന്മാരോ വളരെയല്ല. അപ്പൊ ഈ അഭിനന്ദനം കൊടുക്കുന്നത് അതിന് സ്പെസിഫിക് ആയിരിക്കണം. എന്ന് പറയും എങ്ങനെയുണ്ട് ഭക്ഷണം? കൊള്ളായിരുന്നു, നന്നായിരുന്നു, പിടികിട്ടത്തില്ല. സ്പെസിഫിക് അച്ചാർ നന്നായിരിക്കുന്നു, മീൻകറി നല്ലതായിരിക്കും എന്ന് പറയുന്ന പോലെ പിള്ളേരെയൊക്കെ വിളിച്ച് പറയണം. അവരെ കണ്ണിൽ നോക്കിയിട്ട് പറയണം നല്ല ഭംഗിയുള്ള കണ്ണാണല്ലോ നിന്റെ, മുടി നല്ലതാണല്ലോ, ചെവി നല്ലതാണല്ലോ എന്നൊക്കെ പറയണം. കാരണം എന്നാ ഇത് കേട്ട് വളരണം. വളർന്നാൽ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ചെറുക്കൻ വന്ന് കണ്ണ് നല്ലതാണെന്ന് പറയുമ്പോൾ ഉറക്കം വരാതിരിക്കത്തില്ല. എൻ്റെ അമ്മ ഇത് എന്നോട് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയും. ഇപ്പോഴത്തെ ഒളിച്ചോട്ടങ്ങളൊക്കെ നോക്കുമ്പോൾ എന്താണെന്നറിയാവും, അപ്രീസിയേഷൻ കിട്ടാതെ വളർന്ന പിള്ളേരാണ്. പെട്ടെന്നൊരു സൗകര്യത്തെക്കുറിച്ച് ഒരു അപ്രീസിയേഷൻ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പെട്ടെന്ന് തൻ്റെ മൊത്തത്തിലുള്ള ലൈഫ് തന്നെ ചേഞ്ച് ആയി മാറുന്നു. അപ്രീസിയേഷൻ കൊടുക്കണം, അപ്രീസിയേഷൻ സ്വീകരിക്കണം. 3 തരത്തിലുണ്ടെന്നാണ് പറയുന്നത് സ്ട്രോക്ക്. ഒന്ന് പ്ലാസ്റ്റിക് സ്ട്രോക്ക്, പതയ്ക്കാൻ പറയില്ല. അടിപൊളിയാണല്ലോ ചുമ്മാതാണ്, ആത്മാർത്ഥതയില്ലാതെ പതയ്ക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് സ്ട്രോക്ക് കേൾക്കുമ്പോഴേ അറിയാം പ്ലാസ്റ്റിക് സ്ട്രോക്കാണെന്ന്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പുള്ളിയുണ്ട്. രാവിലെ വന്നാൽ പുള്ളിക്ക് 4 പ്ലാസ്റ്റിക് സ്ട്രോക്ക് നമുക്ക് തരും. കേൾക്കുമ്പോഴേ അറിയാം ആത്മാർത്ഥതയില്ല. ജീവിതത്തിൽ നന്നായിട്ടൊരു ചമ്മന്തി അരച്ചിട്ടില്ലാത്ത ഭാര്യയോട് ഭാര്യ ചമ്മന്തി അരച്ചു വെച്ച് കഴിയുമ്പോൾ ഉഗ്രം ചമ്മന്തിയായി എന്ന് പറയുന്ന പോലെ ഇരിക്കും. പ്ലാസ്റ്റിക് സ്ട്രോക്ക് കൊടുക്കരുത്. അടുത്തത് നെഗറ്റീവ് സ്ട്രോക്ക്. കണ്ടമാനം കൊടുത്താൽ ആരും വളരത്തില്ല, ആർക്കും ഇഷ്ടമല്ല നെഗറ്റീവ് സ്ട്രോക്ക്. അടുത്തത് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കണം. പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നന്മ കണ്ടെത്തി പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കണം. ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, വലിയൊരു സംഭവം വരാനിരിക്കണ്ട. ഓരോ ദിവസവും വിജയച്ചനെന്ന് പറഞ്ഞ ഒരു സെന്റൻസ് വളരെ ടച്ചിങ്. ഞാൻ പാടാനിരുന്ന പാട്ട് ഇതുവരെ പാടി തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ സംഗീതോപകരണത്തിന്റെ കമ്പികൾ അടിക്കുകയും മുറുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഓരോ ദിവസവും. താങ്കൾ പറയാം എന്നാ ജീവിക്കുക? ഇന്നല്ലേ ജീവിക്കുന്നത്? ഈ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളെയും വലിയ സംഭവങ്ങളായിട്ട് കാണാൻ പറ്റണം. നമുക്കൊക്കെ എന്തോ ബാധിച്ചിട്ടുണ്ട്. വലുതെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു വീട് വെച്ചു, വലിയൊരു കാറ് മേടിച്ചു. ഈ വലുതെന്താണ് എന്നുള്ള ഒരു സംഭവമുണ്ട്. ശരിക്കും ജീവിതത്തിൽ ഈ ഒരു സമയമൊക്കെ ഇങ്ങനെ സമയമില്ല ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അപ്രീസിയേറ്റ് ചെയ്യാനും സമയം കിട്ടുന്നില്ല. ഒരു കൊച്ച് അപ്പനോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇപ്പം സമയമില്ല, നാളെ ആട്ടെ. നാളെ ചെന്ന് പറയാം, അതിനും സമയമില്ല. വളരെ പ്രാവശ്യം ടൈമില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ച് അപ്പനോട് തിരിഞ്ഞു എന്ന് ചോദിച്ചതാണ്, വാട്ട് ഈസ് ടൈം?
വാട്ട് ഈസ് ടൈം? ഒത്തിരി ഒരു ഫിലോസോഫിക്കൽ അർത്ഥമാണ് ആ ചോദ്യത്തിന്. നമ്മളൊക്കെ ഈ സമയമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും നഷ്ടപ്പെടുത്തരുത്. നന്മ പ്രകാശിപ്പിക്കാനും നന്മ കണ്ടെത്താനും മുഖപ്രസാദത്തോടെ ഇരിക്കാനും അഭിനന്ദനം നൽകാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മുടെ വീട്ടിൽ ഫ്ലോ ചെയ്യാൻ പറ്റണം. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഒരു ഷെയറിങ്. അത് ഷെയറിങ്ങിനുള്ള ടോപ്പിക് ഇതാണ്. ഇവിടെ വരാമെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അതുകൊണ്ട് ടോപ്പിക്കിനുള്ള ഷെയറിങ്ങിനുള്ള ടോപ്പിക് ഇതാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല, ഡിസ്കഷനും ഷെയറിങ്ങും രണ്ടും രണ്ടാണ്. ഡിസ്കഷൻ ഒരു വിഷയത്തെ പിടിച്ചുകൊണ്ടാണ്, ഷെയറിങ് സബ്ജക്റ്റ് ഐയാണ്. എൻ്റെ ഈ ടോക്കില് നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ ഐയാണ്. അതുകൊണ്ട് ഈ ഷെയറിങ്ങിന്റെ വിഷയം ഇതാണ്. എനിക്ക് പോസിറ്റീവായി സ്ട്രോക്ക് കിട്ടിയ ഞാൻ ഓർത്തിരിക്കുന്ന ഒരു അനുഭവം പറയണം. എനിക്ക് പോസിറ്റീവായി ഒരു സ്ട്രോക്ക് കിട്ടിയാൽ ഞാൻ ഓർത്തിരിക്കുന്ന ഒരു അനുഭവം പറയണം. എല്ലാവരും ഒന്ന് ഓർത്ത് ഒരു അനുഭവം എന്നിട്ട് ഒരാൾക്ക് പറയാം. വലിയ സംഭവമൊന്നും ആകണമെന്നില്ല, ഞാൻ പെട്ടെന്ന് ഓർത്തിരിക്കുന്നു. എനിക്ക് സ്ട്രോക്ക് കിട്ടിയ എനിക്ക് സന്തോഷം തോന്നിയ ഒരു അനുഭവം. ആരാ വരുന്നേ? വരുമോ? മൈക്ക് അവിടെ കൊടുക്കുമോ? ഞാൻ അവിടെ ചെയ്യും. ഇവിടെ വരണമെന്നില്ല, സമയങ്ങളതിനകത്തും കിട്ടിയിട്ടുണ്ട്.